ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്രാഫ്റ്റ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ലെൻസ് എക്സ്പെരിമെൻറ്റ്, അതായത് ഒരു ജൈൻറ്റ് ലെൻസ് എക്സ്പെരിമെൻ്റ് എന്ന് പറയാം. അതായത് നമ്മൾ കണ്ടിട്ടുള്ള അനുസരിച്ച് കോൺവെക്സ് ലെൻസും ഉണ്ട്, അതേപോലെ കോൺകേവ് ലെൻസും ഉണ്ട്. ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് വെച്ചാൽ വരുന്ന ലൈറ്റ് റേസിനെ അതെല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരും. അത് നമ്മൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇതേപോലെ ഒരു സ്റ്റാൻഡ് സെറ്റപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മൾ ഈ ഏണി എടുത്തിട്ട് രണ്ട് സൈഡിലും 2 ബക്കറ്റ് വീതം ഇങ്ങനെ വെച്ചേപ്പുണ്ട്. അതിനെ വണ്ടയ്ക്കാണ് നമ്മുടെ ഏണി വെച്ചിരിക്കുന്നത്. അത് അപ്പുറത്തെ സൈഡിൽ 2 ബക്കറ്റ് വെച്ചേപ്പുണ്ട്. അതിലേക്കാണ് നമ്മുടെ ഏണി സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഈ ഏണിയുടെ വണ്ടക്കത്തെ ആ ഒരു റെക്റ്റാങ്കിൾ പോർഷനിലാണ് നമ്മൾ ഈ ലെൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണം. ഇത് നമുക്ക് സാധാരണയായി ലഭിക്കുന്നതാണ്, ഷോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നത് തന്നെയാണ്. പിന്നെ ഇച്ചിരി കട്ടി കൂടിയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ അതേപോലെ കുറേയും കൂടെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം ഷീറ്റ്. എന്നാൽ നല്ല ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണെങ്കിൽ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മളിപ്പോഴും ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ 4 മൂലയ്ക്ക് ഇതേപോലെ എന്തെങ്കിലും വെച്ച് ലോക്ക് ചെയ്തൊന്ന് കെട്ടിയെടുക്കണം. 4 കയറ് 4 മൂലയ്ക്കും കെട്ടിയെടുക്കണം. എന്നാലേ നമുക്കിത് ടൈറ്റ് ചെയ്ത് ആ സ്ക്വയർ റിങ്ങിലോട്ട് പിടിപ്പിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മളങ്ങനെ കയർ ടൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് ഇതേപോലെ 4 സൈഡിലും ടൈറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഒരു സൈഡിൽ ടൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഒരു സൈഡ് ടൈറ്റായി. നമുക്ക് അടുത്ത സൈഡ് ചെയ്യണം. അടുത്ത സൈഡിൽ ഇതേപോലെ ഒരു ബട്ടൺസ് എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ ഇതേപോലെ കെട്ടിയെടുത്ത് നമ്മൾ 4 സൈഡ് കെട്ടിയെടുത്തേക്കുണ്ട്. ഇത് നമുക്ക് ഇങ്ങോട്ട് ഇതേപോലെ ഇങ്ങനെ വെക്കണം. അങ്ങനെ നമ്മൾ നേരത്തെ കെട്ടിയെടുത്ത 4 കയറും 4 മൂലയ്ക്കായിട്ട് നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ടൈറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് പോകത്തില്ല. നമ്മൾ ഒരു സൈഡ് ടൈറ്റ് ചെയ്തു, രണ്ടാമത്തെ സൈഡാണ് ടൈറ്റ് ചെയ്യുന്നത്. സൈഡ് നമ്മളിങ്ങനെ ടൈറ്റാക്കി കെട്ടുക. പിന്നെ നമ്മുടെ ലെൻസ് ഇതിന്ന് ഇനി പോകരുത്, അത് ടൈറ്റ് ആക്കണം. അങ്ങനെ നമുക്ക് 4 സൈഡും ടൈറ്റ് ചെയ്തെടുക്കണം. ഈ 4 സൈഡും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ലെൻസ് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. നമ്മളങ്ങനെ 3ാമത്തെ സൈഡ് ടൈറ്റ് ചെയ്യുകയാണ്. കറക്റ്റ് അളവൊക്കെ നോക്കി. ഇതിപ്പോൾ പെട്ടെന്ന് കാണിക്കുന്ന സ്പീഡ് കൂട്ടിയിട്ടേക്കുവാണ്, ഇല്ലെങ്കിൽ ഒരുപാട് നേരം ഡിലേ ആവും വീഡിയോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ 4 സൈഡും ടൈറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ 4ാമത്തെ സൈഡും ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 1 കപ്പ് വെള്ളം നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ വെള്ളമാണ് നമ്മുടെ സൺലൈറ്റിനെ എല്ലാം കൂടെ ഒരൊറ്റ പോയിന്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫോക്കസിലോട്ട്. അങ്ങനെ നമ്മൾ വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിനടി ഇപ്പം തന്നെ കാണാം നമ്മളൊരു പോയിന്റിലേക്ക് ഈ ലൈറ്റിനെല്ലാം ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് സൂര്യൻ സൈഡിലാണ്. നമുക്ക് എന്തായാലും നട്ടുച്ചയാവുന്നിടം വരെ കാത്തിരിക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, ഏകദേശം ഒരു 12:30 ആ സമയത്ത് നമ്മൾ ഇതേപോലെ ന്യൂസ് പേപ്പർ നമ്മുടെ ലെൻസിൻ്റെ വെട്ടത്തിലോട്ട് വെക്കുകയാണ്. അതായത് ഏകദേശം മണ്ടയ്ക്കും താപ്പോട്ടും കൊണ്ടുവന്ന് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ആ സമയത്താണെങ്കിൽ ആദ്യമൊക്കെ ഒരു പുക വരാൻ തുടങ്ങി, ഒരു ബ്ലാക്കിഷ് കളറായി. പിന്നെ അങ്ങ് ഇതേപോലെ പുകഞ്ഞ് പെട്ടെന്ന് കത്തുകയായിരുന്നു. സംഭവം കറക്റ്റാണ്, നടക്കുന്നതാണ്. നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം കൈയൊക്കെ ഈ ലെൻസിൻ്റെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ പൊള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിന്ന് ഈ എക്സ്പീരിയൻസ് മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഈ ഒഴിച്ച വെള്ളം, ആ സർഫസിൽ ആ വെള്ളം നമ്മുടെ ഈ വരുന്ന സൺലൈറ്റിനെല്ലാം കൂടെ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അതായത് അതിൻ്റെ ഫോക്കസിലോട്ട് അതെല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യും. ആ പോയിന്റിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ആ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഏതെങ്കിലും സാധനം കൊണ്ട് വെക്കുന്നത്, അതായത് നമ്മുടെ പേപ്പറൊക്കെ പോലെ. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ കൂടുതൽ ടെമ്പറേച്ചർ അടിക്കുന്നതുകൊണ്ട് തന്നെ ആ പേപ്പർ പെട്ടെന്ന് ബേൺ ആവാൻ സാധ്യത ഉണ്ടാകും. അങ്ങനെ ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് പാചകം ചെയ്യുന്ന പോലുള്ള പല ടെക്നിക്ക് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെല്ലാം നിലവിലുണ്ട്.
മച്ചാമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ അതേപോലെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയും നല്ല വീഡിയോ കാണാം എന്ന പ്രതീക്ഷയിൽ ഇസ്മി മാഹിൻ സൈനിങ് ഔട്ട്.